ഗുരുവായൂരിന്റെ വികസനത്തെ തുരങ്കം വെച്ച ചരിത്രമാണ് UDFനും BJPക്കും ഉള്ളതെന്ന് CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ഗുരുവായൂരിലെ വികസന നേട്ടങ്ങളെ UDFും BJPയും അപകീർത്തിപ്പെടുത്തുന്നുവെന്നാരോപിച്ച് CPIM സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവെങ്കട മടിപ്പാതയെ അട്ടിമറിക്കാൻ സംഘപരിവാറും മേൽപ്പാലം തടസ്സപ്പെടുത്താൻ UDFും ശ്രമിച്ചതായി അബ്ദുൽ ഖാദർ പറഞ്ഞു. കുടിവെള്ള പദ്ധതികൾ, അഴുക്കുചാൽ പദ്ധതി, മേൽപ്പാലം തുടങ്ങി അസംഭവ്യമെന്ന് കരുതിയ പല പദ്ധതികളും LDF ഗുരുവായൂരിൽ പൂർത്തിയാക്കിയെന്നും ചൂണ്ടിക്കാട്ടി. ഇവിടെ UDFും BJPയും നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഗുരുവായൂരിലെ LDFന്റെ ഭരണത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. RSSന്റെ BJPയുടെ സംസ്ഥാന നേതാവ് ശ്രീ RV ബാബുവാണ്. ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നതല്ല, തികഞ്ഞ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. അപ്പോ തിരുവെങ്കിടം അടിപ്പാതയ്ക്ക് പാരവെച്ച BJPക്കാരും ഗുരുവായൂർ മേൽപ്പാലത്തിന് പാരവെച്ച കോൺഗ്രസുകാരിൽ നിന്നും ഒന്നും പഠിക്കാൻ ഞങ്ങൾക്കില്ല. ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിയത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തെയാണ് ഇവിടെ നുണകൾ, പച്ചക്കള്ളം നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നത്. സമരകോപ്രായങ്ങൾ നടത്തുന്ന BJPയും UDFും വികസന കാര്യത്തിൽ LDFന് ട്യൂഷൻ എടുക്കേണ്ടെന്ന് NK അക്ബർ MLA പറഞ്ഞു. ഒരു സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ നടത്തിയ വികസനം എണ്ണി പറയാം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പാസ്സായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇപ്പോൾ പൂർത്തിയായിട്ടില്ല. ആര് നോക്കാൻ? കുട്ടപ്പന്റെ വഞ്ചി കുത്തുമ്പോ കുത്തും എത്തും എത്തും. വലിയ പദ്ധതി ആരെങ്കിലും മോണിറ്റർ ചെയ്യാൻ നേരണ്ട്. അയാൾ സിനിമയിലാണ് അല്ലേ? പിന്നെ ആരുണ്ട്? ആ BJPക്കാരും വികസനത്തിന്റെ രാഷ്ട്രീയം പഠിപ്പിക്കുകയാണ് CPMകാരെ. പ്രിയപ്പെട്ട RSS, പ്രിയപ്പെട്ട BJP, പ്രിയപ്പെട്ട സംഘപരിവാരമേ, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഗുരുവായൂരിന്റെ വികസനത്തെ കുറിച്ചുള്ള ഒരു ട്യൂഷൻ ക്ലാസ് എടുക്കേണ്ട ഗതികേടിലല്ല ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. വികസനത്തിൽ രാജ്യത്തെ മുൻനിര നഗരസഭയായി ഗുരുവായൂർ ഉയർന്നതിലെ വെപ്രാളമാണ് UDFും BJPയും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ചൂണ്ടിക്കാട്ടി. ശുചീകരണ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന 10 നഗരങ്ങളിൽ ഒരു നഗരം നമ്മുടെ ഗുരുവായൂര എന്ന് പറഞ്ഞത് ഗുരുവായൂർ നഗരസഭയല്ല, കേരള ഗവൺമെന്റ് അല്ല, നരേന്ദ്രമോദി ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ്. അതിന്റെ തുടർച്ചയായിട്ടാണ്